എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ രാവിലെ തുടരുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. അതിനപ്പുറം ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 80ാം പിറന്നാളാണ്. ജീവിതത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുവന്ന് ദീർഘദർശിയായ അദ്ദേഹം നമ്മുടെ നാടിന്റെ കരുത്തുറ്റ നേതൃത്വമായതിന്റെ 9ാം വാർഷികം ആഘോഷിക്കുന്ന സമയം കൂടിയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം തുറന്നിട്ട പാതയിൽ കേരളം വലിയ വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന യാത്രയിലാണ്. പിറന്നാളാണെങ്കിലും ഇന്നും പതിവ് പോലെ ഒരു പ്രവൃത്തി ദിവസമായിരിക്കും മുഖ്യമന്ത്രിക്ക് എന്തായാലും ന്യൂസ് 18 കേരളത്തിന്റെ പിറന്നാൾ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു അതിഥി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു പഴയകാല സുഹൃത്താണ്, സഹപാഠിയാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് രാഷ്ട്രീയ നേതാവ് എന്നുള്ള, മുഖ്യമന്ത്രി എന്നുള്ള, മന്ത്രിയായിരുന്ന, പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ മാത്രമേ കൂടുതൽ അറിയുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെക്കുറിച്ചും അന്നുണ്ടായിരുന്ന നല്ല ഓർമ്മകളെക്കുറിച്ചും ഒക്കെ പങ്കുവയ്ക്കാനാണ് നമുക്കൊപ്പം ആ അതിഥി ചേരുന്നത്. അപ്പോൾ അതിഥി ആരാണ് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഒപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കിയാൽ നമുക്കറിയാം, മഴ തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. ദുരിത പെയ്ത്താണ്, മഴ ഇങ്ങനെ കനക്കുകയാണ്. 2 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത്. അതോടൊപ്പം മറ്റ് ജില്ലകളിലൊക്കെ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ട് മുന്നറിയിപ്പും ഒക്കെ ഉണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് ഉടനീളം വ്യാപകമായ മഴക്കെടുതിയൊക്കെ തുടരുന്ന സാഹചര്യം. ഭീകരതയ്ക്കെതിരായ നിലപാട് ഉയർത്തി സർവകക്ഷി സംഘം നടത്തുന്ന വിദേശ സന്ദർശനം അതും തുടരുകയാണ്. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും നമുക്ക് നോക്കണം. ആദ്യം തലക്കെട്ടുകൾ. കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞ സമയത്ത് തന്നെ കാലവർഷം എത്തുന്നു. സംസ്ഥാനത്തെങ്ങും വ്യാപക മഴയും കാറ്റും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. റോഡുകളിൽ വെള്ളക്കെട്ട്, പലയിടത്തും മരം വീണു. സമരം നടത്തിയ മിൽമ ജീവനക്കാരുമായി തൊഴിൽ ക്ഷീരവികസന മന്ത്രിമാരുടെ ചർച്ച ഇന്ന്. MD P മുരളിയെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ച ജീവനക്കാർ. സമവായം കണ്ടില്ലെങ്കിൽ സംസ്ഥാനത്ത് പാൽ വിതരണം പ്രതിസന്ധിയിലാകും. അൽഫോൺസ് കണ്ണന്താനം തുറന്നുവിട്ട സ്വാശ്രയ കോളേജ് വിവാദം കനക്കുന്നു. 30 കോളേജുകൾക്ക് NOC നൽകാനുള്ള രഹസ്യ നീക്കം നടത്തിയത് മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ അറിയാതെ എന്ന് വെളിപ്പെടുത്തൽ. തന്നെ സസ്പെൻഡ് ചെയ്യാതിരുന്നത് PJ ജോസഫ് രാജ്യഭീഷണി മുഴക്കിയതിനാൽ. മന്ത്രിസഭ അറിയാതെ നയം മാറ്റിയത് നാട്ടിൽ തന്നെ പഠന സൗകര്യം ഉറപ്പാക്കാനെന്നും കണ്ണന്താനം. വിവാദങ്ങൾക്കിടെയും വീണ്ടും റീൽസുമായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. തുടരുമെന്നും മന്ത്രി. പുതിയ റീൽസ് ഇട്ടത് പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസത്തിന് പിന്നാലെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ 80ന്റെ നിറവിൽ പിറന്നാൾ. സർക്കാരിന്റെ വാർഷികാഘോഷത്തിനിടയിൽ മുഖ്യമന്ത്രിക്ക് ഇന്നും ആഘോഷങ്ങളില്ലാതെ പതിവ് ദിനം. ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘവും യാത്ര തിരിച്ചു. സംഘങ്ങളോട് നയനിലപാടുകൾ വിശദീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി. ആണവ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും ഭീകരതയോട് സന്ധിയില്ലെന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കർ. പൂഞ്ചിൽ പാക് ആക്രമണമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് കശ്മീരിൽ. വിശദമായി നോക്കാം നമുക്ക് ഓരോ വാർത്തകളും. അപ്പോൾ സംസ്ഥാനത്ത് മഴ ഇങ്ങനെ കനക്കുകയാണ്. കാലവർഷം അടുത്ത മണിക്കൂറുകളിൽ തന്നെ കേരള തീരം തൊടും. അതിനു മുമ്പ് തന്നെ മഴക്കെടുതി സംസ്ഥാനത്ത് രൂക്ഷമായിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നാൽ നഗരത്തിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഇന്നലെ രാത്രിയിലെ ഒറ്റ മഴയിൽ ഉണ്ടായിട്ടുള്ളത്. വെള്ളയമ്പലം, ആൽത്തറ ജംഗ്ഷനിലും രാജ്ഭവന് സമീപവും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സമീപവും ഒക്കെ മരം കടപുഴകി വീണിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ആയിഷത്തുൽ ഷംന, S സാരംഗ്, S വിനീഷ് എന്നിവരാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ഞാൻ ആയിഷത്തുൽ ഷംനയിലേക്ക് പോവുകയാണ്. ഷംന, ഇന്ന് 2 ജില്ലകളിലാണ് ഈ റെഡ് അലേർട്ട് ഉള്ളത്. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. കാലവർഷം എത്താൻ ഇനിയും മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോഴും ഏറ്റവും വലിയ മഴക്കെടുതികൾ കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യമാണ്.
തീർച്ചയായും ആര്യ, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ രാത്രി മാത്രം പെയ്ത മഴയിലാണ് സംസ്ഥാനമൊട്ടാകെ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തലസ്ഥാനത്തുൾപ്പെടെ നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തമിഴ്നാട്, ഡൽഹി പ്രദേശങ്ങളിലൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടായപ്പോൾ പോലും കേരളത്തിൽ അത്തരമൊരു ആശങ്കയ്ക്ക് വകയില്ല എന്നൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, സ്ഥിതി മാറുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അതിശക്തമായ മഴയാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ ഓറഞ്ച്, റെഡ് അലേർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും അത് അങ്ങനെയാവും. റെഡ് അലേർട്ടുകൾ, ഓറഞ്ച് അലേർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് 2 ജില്ലകളിൽ മാത്രമാണ് റെഡ് അലേർട്ട് ഉള്ളത്. അതായത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് മാത്രമാണ് ഇന്ന് റെഡ് അലേർട്ട്. പക്ഷേ നാളെയോടുകൂടി അത് മലപ്പുറം മുതലുള്ള ജില്ലകൾക്ക്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കൊക്കെ മുന്നറിയിപ്പുണ്ട്. അതിനുശേഷം പിന്നീട് അത് ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾക്ക് കൂടി റെഡ് അലേർട്ട് ആവുന്നു. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഇത് കാലവർഷ മഴയല്ല എന്നതുകൂടി ഓർക്കണം. കാരണം കാലവർഷം ഇനിയും കേരള തീരം തൊടാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ഇപ്പോൾ പെയ്യുന്നത് വേനൽ മഴയാണ്. ന്യൂനമർദ്ദം, അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടിട്ടുണ്ട്. ഈ ന്യൂനമർദ്ദം ഇന്നലെ രാത്രിയോടുകൂടി അതിതീവ്ര ന്യൂനമർദ്ദമായി. ഇത് ഇനിയും ഇന്ന് വരും മണിക്കൂറുകളിൽ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. എന്തായാലും ഈ ന്യൂനമർദ്ദം കാരണം രൂപപ്പെടുന്ന മഴ, വേനൽ മഴയൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ മഴയിൽ തന്നെ ഇത്തരം നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നൽകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇനി കാലവർഷം കൂടി എത്തുമ്പോൾ, വരും മണിക്കൂറുകളിൽ തന്നെ കാലവർഷം എത്തും. ഈ കാലവർഷം കൂടി എത്തുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി എന്താകുമെന്നതും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ ഇന്നലെയൊക്കെ പുറപ്പെടുവിച്ച മുന്നറിയിപ്പുകളിൽ പറഞ്ഞിരുന്നു ഈ മണ്ണിടിച്ചിൽ സാധ്യതകളുണ്ട്, ഒപ്പം തന്നെ മിന്നൽ പ്രളയ സാധ്യതകളുണ്ട് എന്നൊക്കെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് കൂടി നൽകിയ ഒരു സാഹചര്യത്തിൽ വലിയ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ മഴക്കാലം എത്തുന്നത്, കാലവർഷം എത്തുന്നത് തെക്കൻ കേരളത്തിലാണ്. പക്ഷെ അത് ഇത്തവണ അങ്ങനെയല്ല. വടക്കൻ കേരളത്തിൽ എത്തിയതിനു ശേഷമാണ് പിന്നീട് സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ 15 വർഷത്തിനിടെ കാലവർഷം ഇത്ര നേരത്തെ എത്തുന്നത് ഈ വർഷമാണ്. 15 വർഷത്തിൽ ആദ്യമായാണ് കാലവർഷം നേരത്തെ എത്തുന്നത്. ഇങ്ങനെയുള്ള ചില പ്രത്യേകതകളുള്ള മൺസൂൺ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഒപ്പം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിരവധിയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതൊക്കെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച ന്യൂനമർദ്ദം, അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം, ഇന്നലെ അത് അതിതീവ്ര ന്യൂനമർദ്ദമായ സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ അതിശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തത്. തലസ്ഥാനത്ത് ഉൾപ്പെടെ വൻ നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇതിനി വരും മണിക്കൂറുകളിൽ വീണ്ടും ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി വരും മണിക്കൂറുകളിൽ ഇന്നലെ ലഭിച്ച മഴയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും വലിയ നാശനഷ്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നലെ പെയ്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇനി ഇന്ന് നിലവിലുള്ള സാഹചര്യം എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച്, റെഡ്, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ജില്ലകൾക്ക്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട്. ഒപ്പം പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾക്കൊക്കെ ഓറഞ്ച് അലേർട്ടാണ്. മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലേർട്ടാണ്. വരും ദിവസങ്ങളിലും ഈ മുന്നറിയിപ്പുകൾ, അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ, വിനോദസഞ്ചാരങ്ങൾക്ക്, ഈ കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് ഒക്കെ മുന്നറിയിപ്പുണ്ട്. അതായത് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലകൾക്കൊക്കെ സാധ്യതയുണ്ട്. കടലിൽ ഇറങ്ങിയുള്ള വിനോദ സഞ്ചാരങ്ങൾ, അത്തരം യാത്രകളൊക്കെ ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. ഒപ്പം രാത്രികാലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മണ്ണിടിച്ചിൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അങ്ങനെ വലിയ നിർദ്ദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെയാണ് വരും ദിവസങ്ങളിലും. ആര്യ, തീർച്ചയായും ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം വിനീഷ് കൂടി നമുക്കൊപ്പം കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. വിനീഷ്, കൊല്ലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇന്നലെ രാത്രിയിലൊക്കെ അതിശക്തമായ മഴയാണോ അവിടെ രേഖപ്പെടുത്തിയത്? നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആര്യ, ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും മഴ തുടരുകയാണ്. തീരദേശങ്ങളിലും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലും എല്ലാം മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി വലിയ കാറ്റായിരുന്നു അനുഭവപ്പെട്ടത്. കൊട്ടാരക്കരയിൽ വീശിയടിച്ച കാറ്റിൽ ഗണപതി ക്ഷേത്രത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിരുന്ന പന്തലിന്റെ തൂണുകൾ പിഴുതു വീണ സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന 3 കാറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കെട്ടിയ സ്റ്റേജ് പന്തലിന്റെ ഇരുമ്പ് തൂണുകളായിരുന്നു പിഴുതു വീണത്. ആളപായം ഒന്നും തന്നെ ഇല്ലാതെ ആശ്വാസകരമാണ്
എന്തായാലും ഈ കേടുപാട് പറ്റിയ കാറുകൾ അവിടെ നിന്ന് നീക്കം ചെയ്തു. അതുപോലെ തന്നെ ഈ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലും മഴ ശക്തിയായി തുടരുന്നുണ്ട്. ഇതുവരെയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഈ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുനലൂർ ഐക്കരക്കോണം ഒരു വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. വിശ്വംഭരനും കുടുംബവും താമസിച്ചിരുന്ന വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. പക്ഷേ ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ആശ്വാസകരമായ ഒരു വാർത്തയും നമുക്ക് ഇതോടൊപ്പം പങ്കുവെക്കാം. ഈ മേൽക്കൂര ഉൾപ്പെടെ വീടിന് മുകളിലേക്ക് വീണ വൈദ്യുതി ഉപകരണങ്ങളും അതുപോലെ തന്നെ വീട്ടുപകരണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. പ്രദേശത്ത് രാത്രി വൈകിയും ശക്തമായ മഴയായതുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിനായ ആൾക്കാർ എത്തുകയും ഈ മരം മുറിച്ചു മാറ്റാനൊക്കെ ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തിയായ കാറ്റിൽ വിവിധ ഇടങ്ങളിൽ മരങ്ങൾ ഇലക്ട്രിക് ലൈനുകളിലേക്ക് കടപുഴകി വീണ സാഹചര്യം ഉണ്ടായി. അങ്ങനെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മഴ ശക്തി തന്നെ തുടരുന്നുണ്ട്. ആര്യ, തീർച്ചയായും അത്തരത്തിൽ വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് നമുക്ക് ചുറ്റുമുള്ളത്. പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ദുരിത വാർത്തകൾ കൂടി വരുന്ന സാഹചര്യം. കൊല്ലം ജില്ലയിലെ സാഹചര്യം അതെങ്ങനെയാണ് എന്നുള്ളതാണ് എസ് വിനീഷ് പങ്കുവെച്ചത്. അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും കൺമുന്നിൽ ഒരു അപകടം ഉണ്ടാകാം എന്നത് പ്രതീക്ഷിച്ച് വേണം നമ്മൾ ഇരിക്കാൻ എന്നുള്ളതാണ്. കാരണം ഇന്നലെ രാത്രിയിൽ മാത്രം പെയ്ത മഴയിലും കാറ്റിലുമാണ് എത്രയോ സ്ഥലത്താണ്, വടക്കൻ കേരളത്തിലായിക്കോട്ടെ തെക്കൻ കേരളത്തിലായിക്കോട്ടെ, മരങ്ങൾ കടപുഴകി വീണിരിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നു. വീടുകളിലേക്കൊക്കെ വെള്ളം ഇരച്ചു കയറുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് അരുൺ മോഹൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ മോഹൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് നെയ്യാറ്റിൻകരയിലൊക്കെ ഒരു സാഹചര്യം? ആര്യ, വളരെ ശക്തമായ മഴ തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ പെയ്തു തുടങ്ങിയത്. തീർച്ചയായും മലയോര തീരദേശ മേഖലയിലൊക്കെയും ഇപ്പോൾ വെള്ളം കയറിയ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. റോഡുകൾ പലതും ഇപ്പോൾ മഴയിൽ കുതിർന്നു കിടക്കുന്നു, മഴയിൽ മുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതേസമയം ആഴാങ്കുളം തുടങ്ങിയ പ്രദേശത്ത് ഇന്നലെ ശക്തമായ കാറ്റ് ഉണ്ടായിരുന്നു. കാറ്റ് നിരവധി മരങ്ങൾ കടപുഴകി വീണു. ഇന്നലെ ഒരു 6 മണി മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും ശമിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇടവിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനോടൊപ്പം ശക്തമായ കാറ്റുണ്ടായിരുന്നു. ഈ തെക്കൻ ജില്ലയിലെ ഈ പറയുന്ന കന്യാകുമാരി ജില്ലയായിട്ട് അടുത്ത് കിടക്കുന്ന പ്രദേശത്തെയാണ് ഈ പറയുന്ന നമ്മുടെ ഈ പ്രദേശം. ഇവിടെ തമിഴ്നാട് കേരള അതിർത്തിയിലൊക്കെ ഇന്നലെ നല്ല കാറ്റായിരുന്നു. പലയിടങ്ങളിലും മരം കടപുഴകി വീണതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം ഇല്ലായിരുന്നു. ഒരു പുലർച്ചെ 1 മണിയോടുകൂടിയാണ് പലയിടത്തും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വ്യക്തമായ ചിത്രം. കാരണം ഉൾപ്രദേശങ്ങൾ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളായതുകൊണ്ട് പലർക്കും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഇല്ലാതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നില്ല. എന്തായാലും ആദിവാസി ഊരുകൾ ഉൾപ്പെടെയുള്ളവ ഒറ്റപ്പെട്ടുകൊണ്ടും ഒപ്പം തീരദേശ മേഖലകളിൽ മഴ ശക്തമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആര്യ ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും അരുൺ മോഹനാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഗ്രാമപ്രദേശങ്ങളായിക്കോട്ടെ നഗരമേഖലകളായിക്കോട്ടെ എല്ലാം ഇത്തരത്തിൽ മഴക്കെടുതിയിൽ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇടതടവില്ലാതെ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനിയും വരും ദിവസങ്ങളിൽ മഴ രൂക്ഷമാകും. ഇന്നും അതിതീവ്ര മഴ തന്നെ സംസ്ഥാനത്തുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് ഉള്ളത്. മൺസൂൺ ഇന്ന് കേരള തീരം തൊടുകയും ചെയ്യുകയാണ്. ഐഷത്തുൽ ഷംനയും ഒപ്പം എസ് വിനീഷും അരുൺ മോഹനും ഒക്കെയാണ് നമുക്ക് വിവിധ മേഖലകളിലെ വിശദാംശങ്ങളൊക്കെ നൽകിയത്. കേരളത്തിന്റെ കപ്പിത്താന് 80. സർക്കാർ വാർഷിക ആഘോഷങ്ങൾക്കും തുടർ ഭരണ പ്രതീക്ഷകൾക്കുമൊക്കെയിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് 80ാം പിറന്നാളാണ്. മുന്നണിയുടെയും പാർട്ടിയുടെയും ക്യാപ്റ്റനാണ് അണികൾക്ക് പിണറായി. കാര്യമായ ആഘോഷങ്ങളൊന്നുമില്ലാത്ത പതിവ് ദിവസമായിരിക്കും ഇന്നും മുഖ്യമന്ത്രിക്കിത്. കാർക്കശ്യമുള്ള പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് ജനകീയനായ നേതാവിലേക്കുള്ള പരിണാമകാലമായിരുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് പിണറായി വിജയന്. മുഖം നോക്കാതെ പറയേണ്ടത് പറയുന്ന പിണറായി ഒരുപോലെ ആരാധകരെയും വിമർശകരെയും സൃഷ്ടിച്ചു. വിമർശനങ്ങൾ കാര്യമാക്കാതെ നിലപാടിൽ ഉറച്ചുനിന്ന് കയ്യടി നേടി. 2016 VSന്റെ പിൻഗാമിയായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്
മറ്റൊരു പേരില്ലായിരുന്നു CPM-ന്. ഒരു തവണ കൂടി മുഖ്യമന്ത്രിയാകാൻ മോഹിച്ച VS-നെ കൊണ്ട് തന്നെ പാർട്ടി പിണറായിയുടെ പേര് പറയിച്ചു. പിന്നെ സർക്കാരിലും CPM-ലും പിണറായി കാലം. പ്രളയവും കോവിഡും പിണറായി എന്ന മുഖ്യമന്ത്രിയുടെ കരുതൽ കേരളം അറിഞ്ഞ നാളുകളായിരുന്നു. PR എക്സസൈസ് എന്ന് എതിരാളികൾ വിമർശിച്ചെങ്കിലും അണികളും ആരാധകരും പിണറായിക്ക് ചാർത്ത് നൽകിയത് കേരളത്തിന്റെ ക്യാപ്റ്റൻ പട്ടം. വ്യക്തിപരമായും രാഷ്ട്രീയമായും നിരവധി പരീക്ഷണങ്ങളാണ് ഈ ഘട്ടത്തിൽ പിണറായി നേരിട്ടത്. എല്ലാം മറികടന്ന് തുടർഭരണമെന്ന അത്ഭുതം കൂടി സൃഷ്ടിച്ചതോടെ പിണറായി കേരള രാഷ്ട്രീയത്തിലെ നമ്പർ 1 നേതാവായി ഉയർന്നു, അണികളുടെ ആശയും ആവേശവുമായി. ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, ഇടമൺ കൊച്ചി പവർ ഹൈവേ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, ദേശീയപാത, അസാധ്യമെന്ന് എഴുതിത്തള്ളിയ പദ്ധതികളൊന്നൊന്നായി യാഥാർത്ഥ്യമായി. വികസന നായകനെന്നും നിശ്ചയദാർഢ്യത്തിന്റെ ആൾരൂപമെന്നും അണികൾ പിണറായിയെ വാഴ്ത്തിപ്പാടി. പിണറായി സ്തുതികളുമായി തിരുവാതിരയും സംഘഗാനവും ഡോക്യുമെന്ററികളും നിർമ്മിക്കപ്പെട്ടു. അടുത്ത തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയെയും CPM-നെയും ആര് നയിക്കുമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രം: പിണറായി വിജയൻ. 82-ാം വയസ്സിലാണ് VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. അടുത്ത മെയിൽ പിണറായിക്ക് 81 തികയും. ടീം LDF-നെ ഹാട്രിക് വിജയത്തിലേക്ക് നയിക്കാൻ ക്യാപ്റ്റന് കഴിയുമോ? കഴിഞ്ഞാൽ ആർക്കും എത്തിപ്പിടിക്കാനാകാത്ത രാഷ്ട്രീയ ഉയരത്തിലാകും പിണറായി വിജയന്റെ ഇരിപ്പിടം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. മുഖ്യമന്ത്രിക്ക് ഒരിക്കൽ കൂടി ന്യൂസ് 18 കേരളത്തിന് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. തുടക്കത്തിൽ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു നമുക്കിന്നൊരു അതിഥിയുണ്ട്, അത് മറ്റാരുമല്ല കാർക്കശ്യക്കാരനായിട്ടുള്ള പിണറായി വിജയനെയാണ് നമുക്ക് കൂടുതൽ പരിചിതം അല്ലേ. അപ്പോൾ അതിനപ്പുറമുള്ള പിണറായി വിജയന്റെ ബാല്യകാല സ്മരണകളും ഓർമ്മകളും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്ത് KT വാസു ആണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. അപ്പോൾ അദ്ദേഹത്തിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി 80-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ബാല്യകാല സുഹൃത്തായ KT വാസു ഇന്ന് നമുക്കൊപ്പം രാവിലെയിൽ അതിഥിയായി ചേരുകയാണ്. നമസ്കാരം ശ്രീ KT വാസു, സ്വാഗതം ന്യൂസ് 18 കേരളത്തിലേക്ക്. താങ്കളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇത് 80-ാം പിറന്നാൾ ആഘോഷ നിറവിലാണ്. ഈ 80-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ചരിത്രപരമായ ഭരണ തുടർച്ചയൊക്കെ നേടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 10 വർഷം 10 ആണ്ട് തികയ്ക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഇങ്ങനെയുള്ളൊരു നിമിഷം വന്നു ചേർന്നതിൽ വളരെ സന്തോഷം. അദ്ദേഹത്തിന് ആരോഗ്യം നേർന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അതെ അതെ, രണ്ടുപേരും സ്കൂൾ കാലഘട്ടത്തിൽ ഒരുമിച്ച് പഠിച്ചവരാണോ? അടുത്തടുത്ത് താമസിക്കുന്നവരൊക്കെയാണോ? അല്ല, അടുത്ത് താമസിക്കുന്നവരാണ്. ഒന്നിച്ച് പഠിച്ചവരല്ല. ഞാൻ ഒരു വീടി തൊഴിലാളിയാണ്. അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അത് ശരി. ഇപ്പൊ കാണാറുണ്ടോ? ഇപ്പൊ ഭയങ്കര തിരക്കാണ് അദ്ദേഹത്തിന്, എപ്പോഴും അവിടേക്കൊന്നും എത്താൻ കഴിയില്ല സ്വാഭാവികമായും. അപ്പോൾ ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷമൊക്കെ ഇടയ്ക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാണാൻ കഴിയും. അദ്ദേഹത്തെ കാണാൻ അങ്ങോട്ട് എന്തായാലും പോകും, അല്ലെ അദ്ദേഹം ഇങ്ങോട്ട് തിരക്കും. അസുവിനെ കണ്ടില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ നിങ്ങൾ രണ്ടുപേരും, ഈ പഴയകാല സുഹൃത്തുക്കൾ രണ്ടുപേരും കൂടി കാണുമ്പോൾ എന്താ പൊതുവെ സംസാരിക്കാറ്? അപ്പൊ രാഷ്ട്രീയത്തിനൊന്നും അവിടെ പ്രസക്തി ഇല്ലല്ലോ. ഇല്ല, നമ്മൾ കുടുംബപരമായിട്ടും പിന്നെ നാട്ടുവിശേഷവും ഒക്കെയാണ് സംസാരിക്കുക. ഞങ്ങൾക്കൊക്കെ കാർക്കശ്യക്കാരനായ രാഷ്ട്രീയ പ്രവർത്തകനായി മാത്രമേ പിണറായി വിജയനെ കൂടുതലും അറിയുകയുള്ളൂ.
നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു പഴയ കാലത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ചെറുപ്പകാലത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവവും അദ്ദേഹത്തിന്റെ പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെ ഞങ്ങളോടൊന്ന് പറയാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ, പറഞ്ഞോളൂ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാര്യം പറഞ്ഞ മാതിരി ചെയ്യും എല്ലാ കാര്യങ്ങളും. അതിപ്പോൾ ഇത് മാത്രമല്ല, പൊതുരാഷ്ട്രീയമായാലും വ്യക്തി ബന്ധമായാലും കുടുംബകാര്യമായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ പറഞ്ഞത് തന്നെയായിരിക്കും. പണ്ടേ കാർക്കശ്യമാണ്, പറഞ്ഞ വാക്കിൽ ഒരു വ്യത്യാസവുമില്ല. ഈ ചൂടൻ സ്വഭാവം ഉണ്ടായിരുന്നോ? അങ്ങനെയില്ല. ആളുകൾ അങ്ങനെ വിലയിരുത്തും. അദ്ദേഹം ആളുകളോട് ലോഗ്യം ചെയ്യില്ല, സംസാരിക്കില്ല, പിന്നെ അങ്ങനെയുള്ള ആളാണ്, മുഖം ഇങ്ങനെ ഇതായിട്ടുണ്ടാകുക. അതൊരു അങ്ങനെയൊന്നും ഇല്ല. അതെല്ലാം വെറുതെ ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തെ ഒരു അപമതിപ്പുണ്ടാക്കേണ്ട നിലയിലുള്ള വർത്താനാണ്. ശരിക്കും അദ്ദേഹം അങ്ങനെയൊന്നും അല്ലേ? വളരെ സൗമ്യനായ, ലോഹ്യമൊക്കെ കൂടുന്ന, എല്ലാവരോടും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം. രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ അതിൻ്റെതായ തിരക്കിലും ആ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ആ ഒരു തരത്തിൽ മാത്രമല്ല കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തിന് അങ്ങനെ ഒരു മുഖം നൽകുന്നത്. പൊതുവെ എങ്ങനെയാ നിങ്ങൾ തമ്മിൽ എപ്പോഴും ഓർക്കുന്ന ചില നല്ല മുഹൂർത്തങ്ങളൊക്കെ കാണുമല്ലോ, അങ്ങനെ ഓർമ്മയിൽ വരുന്ന ഒരു നല്ല ഓർമ്മ പറയാമോ? ഒരു മുഹൂർത്തം പറയാമോ? ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നല്ല കല്യാണമായാലും ഇതായാലും എല്ലാം നല്ല മുഹൂർത്തത്തിൽ പിന്നെ സംസാരിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണമോ അങ്ങനെ ഉള്ള എല്ലാ ഇതിലും പിന്നെ കൂടെ ഒപ്പം ഉണ്ടാകും അദ്ദേഹം. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പരസ്പരം സംസാരിക്കും, കുടുംബകാര്യമായാലും മറ്റും. ഞങ്ങളിപ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ മാതിരിയാണ് ഇപ്പം ഞങ്ങൾ അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം. അദ്ദേഹത്തിനെ രാഷ്ട്രീയ നേതാവ് എന്നുള്ള തലത്തിൽ നോക്കുമ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും വളരെ ധൈര്യപൂർവ്വം നേരിടുന്ന ഒരു വ്യക്തിത്വമാണ്. പണ്ട് കാലം മുതലേ അങ്ങനെയായിരുന്നു? വളരെ ചെറുപ്പം മുതലേ? ചെറുപ്പം മുതലേ അങ്ങനെയാണ്. അത് വളരെ എന്ത് പിന്നെ പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യും. പുള്ളി അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം അതെല്ലാം മുറിച്ച് കടന്ന് പിന്നെ ധൈര്യം മുന്നോട്ട് പോകുന്ന ഒരു ആളായിരുന്നു സഖാവ് പിണറായി. അതെ. അപ്പൊ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ ഇഷ്ടപ്പെടുന്നവരെ അദ്ദേഹം ഈ കാന്തം പോലെ ഇങ്ങനെ ആകർഷിക്കും എന്നുള്ളത്. ഇഷ്ടമല്ലാത്തവരോടാണെങ്കിൽ അത് മുഖത്ത് നോക്കി തന്നെ ആ ഇഷ്ടക്കേട് കാണിക്കുകയും ചെയ്യും. അതെ അതെ അതെ, അത് കൃത്യത, എല്ലാം കൃത്യത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും രീതിയും, ആളെ സഹായിക്കലും. സാധാരണക്കാരനെല്ലാം വളരെ നേരിട്ട് തന്നെ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കൂട്ടർ എന്തെങ്കിലും ഒരു പരിക്കോ ആസ്പത്രിയിലോ അല്ലെങ്കിൽ എവിടെയായാലും അദ്ദേഹം കഴിയുന്ന സമയത്തെല്ലാം ആസ്പത്രിയിൽ പോവും, വരും. അതല്ലെങ്കിൽ ആസ്പത്രിയിലെ ഡോക്ടറെ വിളിച്ചിട്ട് സുഖവിവരം അന്വേഷിക്കും. അങ്ങനെയുള്ള ഒരു നേരിട്ട് തന്നെ ഡോക്ടറെ വിളിക്കും. ഇതാ പിണറായി ആരാന്ന് ചോദിക്കും, പിണറായി വിജയനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്ടർ സംസാരിക്കും. അത് ഇപ്പോൾ വെല്ലൂർ പിന്നെ ആസ്പത്രി, ക്രിസ്ത്യൻ മെഡിക്കൽ ആസ്പത്രിയിൽ ഒരു രോഗീനെ ഇവിടുന്ന് അയക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഡോക്ടറെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് പിന്നെ ഇദ്ദേഹം സംസാരിച്ച് അങ്ങനെ വെല്ലൂർ പോയി. അങ്ങനെയുള്ള പല ഇതുണ്ട്, സംഭവമുണ്ട്. നിങ്ങൾ രാഷ്ട്രീയം പൊതുവെ രണ്ടുപേരും സംസാരിക്കില്ലെന്ന് ആദ്യമേ പറഞ്ഞു തമ്മിൽ കാണുമ്പോൾ. പക്ഷെ എന്നാലും അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം കണ്ടപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ വല്ലോ സൂചിപ്പിക്കുകയോ ഇതൊന്ന് ചെയ്താൽ കൊള്ളാമായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും അങ്ങനെ പിന്നെ പറയാറില്ല, പറയേണ്ട ആവശ്യം വരുന്നില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ പിന്നെ വേറെ ഒന്നും പിന്നെ പറയേണ്ടതില്ല. ഇന്നത് ചെയ്ത് കൊടുക്കണം, ഇന്നത് ചെയ്ത് തരണമെന്ന്. അത് പിന്നെ അദ്ദേഹത്തെ പറ്റി അറിയുന്ന കൂട്ടർക്ക് അറിയാം. അത് അങ്ങനെ പെട്ടെന്നൊന്നും പിന്നെ വല്ല ചെറിയ കാര്യമൊന്നും അങ്ങോട്ട് പോയിട്ട് പറയില്ല എന്ന്. അതെ അതെ. അതേപോലെ എല്ലാവർക്കും അറിയാൻ ആകാംക്ഷയുള്ളതേ, കെ സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ള ആ ഒരു
പണ്ടുകാലം മുതൽ ഈ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അതിനപ്പുറമുള്ള അവരുടെ ആ ഒരു പഴയകാല കാലഘട്ടത്തെക്കുറിച്ചും അവർ തമ്മിലുള്ള ഒരു സൗഹൃദത്തെക്കുറിച്ചും ഒക്കെ അറിയാൻ എല്ലാവർക്കും ഒരു കൗതുകമുണ്ട്. അദ്ദേഹത്തെ സൗഹൃദം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സുധാകരൻ എന്ന് പറഞ്ഞ അന്നല്ല ഒരു തനി ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ്. അപ്പോൾ അതിനെല്ലാം ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സുധാകരൻ ഇദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യേണ്ട ശ്രമം നടത്തിയിനി. അതെല്ലാം ഒരു ഘട്ടത്തിൽ അതെല്ലാം തരണം ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. അതുമുതലാണ് സുധാകരൻ വ്യക്തിപരമായിട്ടും ഇദ്ദേഹത്തെ അധിക്ഷേപിക്കും. സുധാകരൻ ചെത്തുകാരൻ്റെ മകനാണ് വിജയൻ എന്നെല്ലാം പറഞ്ഞിട്ട് അധിക്ഷേപിക്കും. അങ്ങനെ വ്യക്തിപരമായിട്ടും വളരെ ഒരു എന്താ പറയേണ്ട ഒരു രാഷ്ട്രീയക്കാരന് ചേർന്നതല്ല സുധാകരൻ്റെ പ്രവർത്തനം. അതെ അതെ. അപ്പോൾ നിങ്ങൾ ഈ രണ്ടുപേരും ഈ സംസാരിക്കുന്ന സമയത്ത് ഈ രാഷ്ട്രീയം അവിടെ പ്രസക്തമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സമയത്തൊക്കെ പഴയകാലം, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, പണ്ടത്തെ ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നും ഈ രാഷ്ട്രീയത്തെക്കുറിച്ച്, അതായത് വളരെ ചെറുപ്പകാലത്തിലൊക്കെ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുകയും ഇങ്ങനെ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ് ആകണമെന്ന് പറയുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ നേതാവണം എന്നുള്ള നിലയിലൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം സ്വയം അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ജനങ്ങളാണ് അദ്ദേഹത്തെ ഈ നിലയിൽ ഇത്രയും ശക്തനായ ഒരു നേതാവാക്കി മാറ്റിയത്. അതെ അതെ. വളരെ നന്ദി ശ്രീ KT വാസു, ഞങ്ങളോടൊപ്പം ഈ ഘട്ടത്തിൽ ചേർന്നതിന്. എന്തായാലും ഒരുപാട് നന്ദി. വളരെ സന്തോഷം. അഭിവാദ്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ ബാല്യകാല സുഹൃത്തായ ശ്രീ KT വാസു ആണ് നമുക്കൊപ്പം രാവിലെയിൽ അതിഥിയായി ചേർന്നത്. അതോടൊപ്പം ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ചിരുന്നു പ്രേക്ഷകരോട്, ഇന്ന് രാവിലെയിൽ 2 അതിഥികളാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അതിഥി ആരാണെന്ന് കണ്ടു. മുഖ്യമന്ത്രിയുടെ ബാല്യകാല സുഹൃത്തിനെയാണ് നമ്മൾ കണ്ടത്. അവർ തമ്മിലുള്ള പണ്ടത്തെ വിശേഷങ്ങളും പഴയ ഓർമ്മകളും ഒക്കെ പങ്കുവെച്ചു. ഇനി നമ്മൾ രണ്ടാമത്തെ അതിഥിയിലേക്ക് കടക്കുകയാണ്. സധൈര്യം നിലപാടെടുക്കുകയും നടപ്പാക്കുകയും ചെയ്ത IAS ഓഫീസർ, പിന്നീട് രാഷ്ട്രീയത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇടത് MLA, പിന്നീട് രാഷ്ട്രീയ മാറ്റം BJPയിലേക്ക്, BJPയിൽ ഡൽഹി ആസ്ഥാനവുമായുള്ള പ്രവർത്തനം, കുറച്ചു നാളായി രാഷ്ട്രീയ തിരക്കുകളിലായ അൽഫോൺസിന്റെ പേര് വീണ്ടും കേരളത്തിൽ, അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേര് വീണ്ടും ചർച്ചയാവുകയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം, ഈ പുസ്തകത്തിൽ മന്ത്രിസഭ അറിയാതെ കോളേജുകൾക്ക് NOC നൽകിയെന്ന അൽഫോൺസ് കണ്ണന്താനത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചർച്ചയാകുന്നത്. 52 ways to change your life എന്ന പുസ്തകത്തിലാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമില്ലാതിരുന്ന കാലത്തെ രഹസ്യ നീക്കത്തെക്കുറിച്ച് അൽഫോൺസ് കണ്ണന്താനം വെളിപ്പെടുത്തിയത്. മന്ത്രിസഭ അറിയാതെ മന്ത്രിയുടെ ഒപ്പോടുകൂടിയാണ് കോളേജുകൾക്ക് NOC നൽകിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി EK നായനാർ പിന്നീട് ഇക്കാര്യം അറിഞ്ഞെന്നും അൽഫോൺസിനെതിരെ നടപടിയെടുത്താൽ മന്ത്രിസ്ഥാനം ഒഴിയുമെന്ന് PJ ജോസഫ് ഭീഷണി മുഴക്കിയെന്നുമൊക്കെയാണ് പുസ്തകത്തിലെ തുറന്നു പറച്ചിൽ. അപ്പോൾ ഈ വിഷയം ഇങ്ങനെ വിവാദമായി കത്തി നിൽക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ ചോദിക്കാം, ഈ വിവാദത്തെക്കുറിച്ചും പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി. നമസ്കാരം, സ്വാഗതം ന്യൂസ് 8 കേരളത്തിലേക്ക് സ്വാഗതം ശ്രീ അൽഫോൺസ് കണ്ണന്താനം. അപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് താങ്കളുടെ തുറന്നു പറച്ചില്. ഈ ഘട്ടത്തിൽ ഇത് തുറന്നു പറയാം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? എന്തിനാണ് ഇത്തരത്തിൽ വളരെ സാഹസികമായി മന്ത്രിസഭയൊക്കെ അറിയാതെ ഇങ്ങനൊരു വലിയ തീരുമാനം കൈക്കൊണ്ടതെന്ന്? ഞാനിപ്പോ ഈയിടെ കഴിഞ്ഞ നവംബറിൽ ഈ പുസ്തകം ഇറക്കി, ദ വിന്നിംഗ് ഫോർമുല, 52 ways to change your life. ജീവിതത്തിൽ എങ്ങനെ ജയിക്കാം, അതിന് 52 വഴികളാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് വഴികളൊന്നുമില്ല ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത കുറെ കാര്യങ്ങളും അങ്ങനെ 20 കഥകളും പിന്നെ ബാക്കി സാധാരണക്കാര് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തതിനെ പറ്റിയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിരിക്കുക. അങ്ങനെയാണ് 52 കഥകൾ. അതിനകത്ത് ഞാൻ ചെയ്ത പ്രധാന കാര്യങ്ങളൊക്കെ ഇതുണ്ട്. എൻ്റെ ഇത് ആത്മകഥയല്ല, പക്ഷെ പ്രധാന കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പം അതിനകത്ത് ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് നമ്മൾ കേരളത്തിൽ ഈ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, നഴ്സിംഗ്, MBA കോളേജ് തുടങ്ങാൻ സാധിച്ചത്. ഞാൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആകുന്നത് 2000-ലാണ്. അന്ന് PJ ജോസഫ് സാർ ആയിരുന്നു മന്ത്രി. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 2 ലക്ഷം പിള്ളേർ പുറത്തുപോയി പഠിക്കുക. നമുക്കാകെ MBBSന് 300 സീറ്റ് ഉണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് 3000 സീറ്റ്, നഴ്സിംഗിന് 700 സീറ്റ്,
MBA സീറ്റൊക്കെ വളരെ പരിമിതമായിരുന്നു. അപ്പോൾ 2 ലക്ഷം കുട്ടികൾ പുറത്തു പോയി പഠിക്കുക. അപ്പം ഞാൻ PJ ജോസഫ് സാറ് മന്ത്രിയോട് പറഞ്ഞു, നമ്മുടെ പിള്ളേർ ഇവിടെ പഠിക്കണ്ടേ? അദ്ദേഹം പറഞ്ഞു ശരിയാണ്. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളത്, LDFകാരും UDFകാരും രണ്ടുപേരും കഴിഞ്ഞ 50 വർഷമായിട്ട് കേരളത്തിൽ സ്വാശ്രയ പ്രൊഫഷണൽ കോളേജ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, നഴ്സിംഗ് കോളേജൊന്നും തുടങ്ങാൻ അനുവാദം കൊടുക്കൂല എന്നൊരു തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ പുതിയ കോളേജൊന്നും വന്നില്ല, നമ്മുടെ പിള്ളേർ പുറത്തുപോയി പഠിക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഇത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആദ്യം ഇതിൽ LDFന്റെ ലൈസൻസ് കമ്മിറ്റി പോകണം, അത് കഴിഞ്ഞ് ക്യാബിനറ്റിൽ പോകണം, ഇതൊന്നും നടക്കൂല, ആരും അനുവദിക്കുകയില്ല. അപ്പം ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞു, പക്ഷേ നമ്മുടെ പിള്ളേരോടെ പഠിക്കണ്ടേ? അതിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും അത്യാവശ്യം, അവർക്ക് അവസരം ഉണ്ടാകണ്ടേ? അപ്പോൾ മന്ത്രി പറഞ്ഞു, അൽഫോൻസ് പറയുന്നത് ശരിയാണ്. അപ്പം ഞാൻ മന്ത്രിയോട് പറഞ്ഞു, അപ്പം മന്ത്രി ഒരു കാര്യം ചെയ്യും, ഞാനിതങ്ങ് ചെയ്തോളാം, ഞാനൊരു സെക്രട്ടറി ആണല്ലോ, ഞാനിതങ്ങ് ചെയ്തോളാം, അങ്ങ് ഇത് മൗന അനുവാദം തന്നാൽ മതി. അപ്പൊ അങ്ങനെ ഞാൻ 34 അപേക്ഷകരുണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിന്. ഞാൻ അവരെ കോവളത്തേക്ക് വിളിച്ച് രഹസ്യമായിട്ട് അവരുടെ രേഖകളെല്ലാം നോക്കി. 34 അപേക്ഷകർ 33 പേർക്ക് ഞാൻ NOC കൊടുത്തു. AICTക്കാണ് NOC കൊടുക്കുന്നത്. കാരണം അന്തിമ അനുമതി വരുന്നത് AICT എന്നാണ്, ഡൽഹിയിലുള്ള AICT. അപ്പം ഞാൻ ഇവരോടെല്ലാം പറഞ്ഞു ഇത് രഹസ്യമായി വെച്ചാൽ മതി, പബ്ലിക് ആക്കണ്ട. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ ഇത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഹാബ് VK നായനാർ ഇത് അറിഞ്ഞു. മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. എന്നെ സസ്പെൻഡ് ചെയ്യണമെന്നും തീരുമാനം കൊണ്ടുവന്നു. അദ്ദേഹം PJ ജോസഫ് സാർ പറഞ്ഞു അത് പറ്റൂല, ഇത് കേരളത്തിന് വേണ്ടി ഒരു നല്ല കാര്യമാണ് അൽഫോൻസ് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തെ തൊടാൻ പാടില്ല, അദ്ദേഹത്തെ തൊട്ടാൽ ഞാനും രാജിവെക്കുമെന്ന് PJ ജോസഫ് സാറ് പറഞ്ഞു. അതുകൊണ്ട് അന്ന് സസ്പെൻഷൻ ഉണ്ടായില്ല. പക്ഷേ ഞാൻ കൊടുത്ത NOC AICTക്ക് അയച്ചത് അത് റദ്ദാക്കാനുള്ള തീരുമാനം മന്ത്രിസഭ എടുത്തു. എന്നിട്ട് ചീഫ് സെക്രട്ടറിയോട് അടുത്ത ദിവസം പോയി ഡൽഹിയിൽ പോയി AICT ചെയർമാനെ കാണാൻ പറയുന്നു കത്തുമായിട്ട്. ഞാനിതറിഞ്ഞപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഞാൻ ഫ്ലൈറ്റിൽ ഡൽഹിക്ക് പോയി AICT ചെയർമാനെ കണ്ടു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഞാൻ തന്ന NOC റദ്ദാക്കിയൊരു തീരുമാനം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു അത് പരിഗണിക്കരുത്, കാരണം കേരള സർക്കാരാണ് NOC കൊടുത്തിരിക്കുന്നത്, ഇത് കേരളത്തിന് ആവശ്യമാണ്. കാരണം വർഷങ്ങളായിട്ട് AICT പറയുന്നുണ്ടായിരുന്നു കേരളത്തിൽ സ്വാശ്രയ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങുന്നത്, പക്ഷേ കേരളം അത് അനുവദിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽഫോൻസ് പറയുന്നത് ശരിയാണ്, അൽഫോൻസ് തന്ന NOC അനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോകും. അടുത്ത ദിവസം ചീഫ് സെക്രട്ടറി അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഇത് പ്രൊസീഡ് ചെയ്യുകയാണ്, ഞങ്ങൾ അനുമതി കൊടുക്കാൻ പോവാണ്. AICT ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞ് അന്നേരത്തേക്ക് ഈ വർഷം NOC കിട്ടിയ ആൾക്കാരൊക്കെ കെട്ടിടമൊക്കെ ഉണ്ടാക്കി, ബാക്കി അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അത് AICT പരിശോധിച്ചിട്ട് 13 കോളേജുകൾക്ക് ആ വർഷം 2001 തുടങ്ങാനുള്ള അനുമതി കൊടുത്തു. അങ്ങനെയാണ് കേരളത്തില് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ വരുന്നത്. അത് കഴിഞ്ഞ് മന്ത്രിസഭ മാറി വന്ന AK ആന്റണി സാർ മുഖ്യമന്ത്രിയായി. അദ്ദേഹം അതുകൊണ്ട് ഞങ്ങൾ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിന് അനുമതി കൊടുത്തതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാശ്രയ മെഡിക്കൽ കോളേജിനും അനുമതി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കേരളത്തില് 2 ലക്ഷം സീറ്റുകളുണ്ടായി. എൻ്റെ കാഴ്ചപ്പാടിൽ കേരള ചരിത്രത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ വിപ്ലവമാണിത്. 2 ലക്ഷം കുട്ടികൾ ഓരോ വർഷം ഇവിടെ പഠിക്കുന്നു. ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വന്നു. വേറെ ഏത് മേഖലയെങ്കിലും ഇത്ര ഇൻവെസ്റ്റ്മെന്റ് വന്നോന്ന് അറിയത്തില്ല. ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ വന്നു. ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കിട്ടി. എനിക്ക് തോന്നുന്നത് ഇത് വലിയൊരു വിപ്ലവകരമായ നല്ല കാര്യമാണ് ഞങ്ങൾ ചെയ്തത്. താങ്കളുടെ ഈ നീക്കം, ഈ സാഹസികമായ നീക്കം സതുദ്ദേശപരമാണെങ്കിലും ഈ നിയമ വഴികളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കാരണം ഞാൻ ഈ കീഴ്വഴക്കങ്ങളൊന്നും അങ്ങനെ നോക്കാറുള്ള ആളല്ല. ജനങ്ങൾക്ക് എന്താണോ നല്ലത് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് ഞാൻ IAS ഉണ്ടായിരുന്ന സമയം മുഴുവൻ ചെയ്തത്. ഞാൻ ദേവികുളം സബ് കളക്ടറായിട്ടാണ് ആദ്യം തുടങ്ങിയത്. അന്ന് മുതൽ കോട്ടയം കളക്ടർ ആയിരിക്കുമ്പോഴും വേറെ ഡൽഹി കമ്മീഷണറായിരിക്കുമ്പോഴും എന്താണോ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതൊക്കെ അങ്ങ് ചെയ്യുക എന്നായിരുന്നു എൻ്റെ തീരുമാനം. അങ്ങനെ ഒരു തീരുമാനമാണ് ഞാൻ എടുത്തത്. ഇതല്ലാതെ വേറെ പല തീരുമാനങ്ങൾ ഈ പുസ്തകം വായിക്കുകയാണെങ്കിൽ അറിയാം. ഞാൻ എങ്ങനെ ജനസമ്പർക്ക പരിപാടി 1998 ഞാൻ കോട്ടയം കളക്ടർ ആയിരിക്കുമ്പോൾ ഞാൻ തുടങ്ങി. അതൊക്കെ എൻ്റെ പുസ്തകത്തിലുണ്ട്. അതിനെപ്പറ്റി വേണമെങ്കിൽ പിന്നെ സംസാരിക്കാം. അതെ, അതേക്കുറിച്ച് കൂടി സംസാരിക്കാനാണ് ഇരുന്നത് നമ്മൾ. ഈ ഉമ്മൻചാണ്ടിയുടെ അതായത് അദ്ദേഹത്തെ ഇത്രത്തോളം ജനസമ്മതനാക്കിയത് തന്നെ ഈ ജനസമ്പർക്ക പരിപാടിയാണ്. അത്തരത്തിലൊരു ആശയം അതിന് തുടക്കം കുറിച്ചത് താങ്കളാണ് എന്നുകൂടി താങ്കൾ ആ ബുക്കിൽ പറയുന്നുണ്ട്. താങ്കളെ പകർത്തുകയായിരുന്നു അപ്പോൾ ഉമ്മൻചാണ്ടി ചെയ്തത്? ഇതെന്റെ പുസ്തകത്തിന്റെ
9ാമത്തെ ചാപ്റ്ററിലാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് എൻ്റെ പഴയ പുസ്തകമാണ്. 1996 ഇറക്കിയതാണ്. DC ബുക്സ് ഇറക്കിയ പുസ്തകമാണ് ഇന്ത്യ മാറ്റത്തിന് മുഴക്കം. ഇത് അതിനകത്ത് ഡേറ്റും കണ്ടോ? ഞാൻ അതിനകത്ത് വരയിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കാണാൻ എളുപ്പമാണ്. വരയിട്ടിട്ടുണ്ട് അവിടെ. 1996 ഇറക്കിയ പുസ്തകമാണ്. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആകുന്നത് 2004. അതിന് മുമ്പ് 1998 നടപ്പാക്കിയ കാര്യമാണ്. ഇതിനകത്ത് പേജ് 60 മുതൽ ഇതേ ജനങ്ങളിലേക്ക് എന്നാണ് ഈ പരിപാടിക്ക് ഞാൻ പേര് കൊടുത്തിരുന്നത്. 60ാമത്തെ പേജ് മുതൽ 64ാമത്തെ പേജിൽ എങ്ങനെ ജനസമ്പർക്ക പരിപാടി തുടങ്ങി, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് വിശദമായിട്ട് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പുതുപ്പള്ളി മണ്ഡലത്തിൽ ജനസമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ ഉമ്മൻചാണ്ടി സാർ അവിടെ 2-3 പ്രാവശ്യം അവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ 88 തുടങ്ങി, ഞാൻ 91 വരെ കളക്ടറായിരുന്ന സമയത്ത് കോട്ടയം ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലും ജനസമ്പർക്ക പരിപാടി നടത്തി. അപ്പോൾ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചു, ഈ പരിപാടിയുടെ എങ്ങനെയാണ് നടത്തുന്നത്, അതിൻ്റെ ഒരു വിശദാംശവും തരാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം തുടങ്ങി. എനിക്കിത് വലിയ അത്ഭുതമായി. കാരണം സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ നേരത്തെ ഒരു ഉദ്യോഗസ്ഥൻ തുടങ്ങിയ പരിപാടിയൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുകയും തുടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ സാറിന് നടക്കാറില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിന് എനിക്ക് വലിയ ആദരവാണ്. കാരണം ഒരു നല്ല ആശയമായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അത് നടപ്പാക്കാനായിട്ട് അദ്ദേഹം മുൻകൈ എടുത്തു. അങ്ങനെയാണ് അദ്ദേഹം വളരെ ജനസമ്പർക്ക പരിപാടി നടത്തിയാണ്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം എൻ്റെ ഈ പരിപാടി എടുത്ത് അദ്ദേഹം അത് കോപ്പി ചെയ്ത് കേരളത്തിൽ മൊത്തം നടത്തി. ജനങ്ങൾക്ക് ഒത്തിരി ഉപകാരമുണ്ടായി. പക്ഷേ അതിന് പിന്നെ UN ഏറ്റവും വലിയ പരിഷ്കാരത്തിന് ഗവൺമെന്റ് തലത്തിലുള്ള പരിഷ്കാരത്തിലുള്ള അവാർഡും കിട്ടി. ആഗോള അവാർഡ് കിട്ടി. പക്ഷെ ഈ അവാർഡൊക്കെ കിട്ടുമ്പോൾ ഒറ്റ വാക്ക് പറയാമായിരുന്നു. അൽഫോൺസ് കണ്ണന്താനമാണ് ഈ ആശയം ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നത്. ഈ പരിപാടി ഞാൻ നേരത്തെ അദ്ദേഹം കളക്ടറായിരിക്കുമ്പോൾ 88 മുതൽ 91 വരെ ഈ പരിപാടിയിൽ അദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ നന്നായിരുന്നേനെ എന്നെനിക്ക് തോന്നലുണ്ട്. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഈ 30 കോളേജുകൾക്ക് മന്ത്രിസഭ അറിയാതെ NOC നൽകിയ വിഷയത്തിലേക്ക് ഒന്ന് മടങ്ങിയെത്തിയാൽ, അന്ന് ഈ നീക്കം അറിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി EK നായനാർ എന്താണ് ആദ്യം പറഞ്ഞത്? എനിക്ക് മുഖ്യമന്ത്രി നായനാറുമായിട്ട് നല്ല ബന്ധമായിരുന്നു. നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. ഞാൻ ഒരിക്കലും 27 വർഷം IAS ഇരുന്നപ്പോൾ ആരുടെ ആളാണ്, ഇടതിൻ്റെ അല്ല വലതിൻ്റെ അല്ല, ആരുടെ ആളല്ല. ഞാൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ നട്ടലുള്ള ഒരു സർവീസിനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന IASനെ. ആ IAS നട്ടലോടുകൂടി പ്രവർത്തിക്കണം, ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ എനിക്ക് മുഖ്യമന്ത്രി നായനാറുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഞാൻ കോട്ടയം കളക്ടറായിരിക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നു. ഏതാണ്ട് 3.5 വർഷത്തിൽ കൂടി ഞാൻ കോട്ടയം കളക്ടറായി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയെന്ന് പറയുന്ന കോട്ടയത്തിൽ 4 വർഷത്തോളം എനിക്ക് കളക്ടറായി, 3.5 വർഷത്തിൽ കൂടുതൽ കളക്ടറായിരിക്കാൻ സാധിച്ചു. അതൊക്കെ EK നായനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ. അപ്പോൾ എന്നോട് നല്ല ബന്ധമുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. ഞാൻ ഈ IASൽ വന്നിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാവോ, അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡൽഹി തന്നെ ഞാൻ 14,310 കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിച്ചു. ആരുടെ ഇടിച്ചു പൊളിച്ചു? മഫിയയുടെ. ആ ഇടിച്ചു പൊളിച്ചതിനകത്ത് ഏതാണ് 90% കോൺഗ്രസ്സുകാരുടെയാണ്, കോൺഗ്രസ് നേതാക്കന്മാരുടെയായിരുന്നു. അന്ന് കോൺഗ്രസ് ആയിരുന്നു ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്നത്. ഡൽഹി കേന്ദ്ര സർക്കാരും കോൺഗ്രസ് ആയിരുന്നു, ഡൽഹി ഭരിച്ചിരുന്നതും കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇടിച്ചു പൊളിച്ചു. കാരണം ഇതൊക്കെ നമുക്ക് ഭരണഘടന തന്നിരിക്കുന്ന ഒരു ദൗത്യമാണ്. അതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് ചെയ്തു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ജനങ്ങൾക്ക് ഗുണമുള്ള എന്തും നിയമവിരുദ്ധമാകുന്നില്ല. അതെ. ഓക്കെ, വളരെ നന്ദി ശ്രീ അൽഫോൺസ് കണ്ണന്താനം, ഞങ്ങൾക്കൊപ്പം രാവിലെയിൽ അതിഥിയായി എത്തിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ മറ്റു വാർത്തകൾ കൂടി നോക്കാം. എറണാകുളം മൂഴിക്കുളത്ത് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അമ്മയുമായി പോലീസ് ഇന്നും തെളിവെടുപ്പ് നടത്തും. കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയ അംഗൻവാടി
ആലുവ, മണപ്പുറം എന്നിവിടങ്ങളിൽ എത്തിച്ചാകും തെളിവെടുപ്പ്. കുട്ടിയെ പീഡിപ്പിച്ച അച്ഛന്റെ അടുത്ത ബന്ധുവിനെ ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. കുട്ടി പീഡനത്തിനിരയായ കാര്യം അറിയില്ലെന്നാണ് അമ്മ നൽകിയ മൊഴി. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായക ഘട്ടമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഈ പീഡിപ്പിച്ച പ്രതിയെയും അമ്മയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് ആയിരിക്കും അല്ലേ? അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിൽ നിന്ന് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആര്യ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ആയിരുന്നു ഈ പോക്സോ കേസ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയിൽ പോലീസ് നൽകിയത്. ഇന്ന് ഉച്ചയോടുകൂടി എന്തായാലും കസ്റ്റഡിയിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കാരണം കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, തെളിവെടുപ്പ്, കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണം ഇതെല്ലാം ആവശ്യമുണ്ട്. അതിനൊക്കെ ഉപരി ആദ്യം ഈ പീഡന വിവരം അമ്മ അറിഞ്ഞിരുന്നു എന്നതാണ് പ്രതിയിൽ നിന്നും പോലീസിന് അറിയേണ്ടത്. ഇന്നലെയുള്ള ചോദ്യം ചെയ്യൽ, ഇന്നലെ മെനിഞ്ഞാന്ന് വൈകുന്നേരവുമുള്ള ചോദ്യം ചെയ്യലിലൊക്കെ അമ്മ ആവർത്തിച്ച് പറഞ്ഞത് ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ്. പക്ഷെ അതിലിപ്പോഴും സംശയമുണ്ട്. 3.5 വയസ്സുള്ള കുഞ്ഞാണ്, അവളെ അമ്മയാണ് ഏറ്റവും കൂടുതൽ പരിപാലിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അമ്മ എന്തുകൊണ്ട് കുഞ്ഞിന്റെ ശരീരത്തിലുള്ള മുറിവുകൾ അല്ലെങ്കിൽ കുഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ളൊരു മാനസിക വിഷമമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോഴും പോലീസിന് സംശയമുള്ളത്. അങ്ങനെ പറയാനുള്ളൊരു സാഹചര്യവുമുണ്ട്. പക്ഷെ അമ്മ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു മറുപടി അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നാണ് പോലീസിന്റെ സംശയം. എന്നാലും അത് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഈ പോക്സോ കേസ് പ്രതിയെയും അമ്മയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഈ പ്രതിയും പറയുന്നത് അമ്മയ്ക്ക് ഈ വിവരം അറിയില്ല എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടി ഉറപ്പിക്കേണ്ടി വരും. അങ്ങനെ ഒരുമിച്ചിരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും ആദ്യം നടക്കുക. മറ്റൊന്ന്, ഈ പോക്സോ കേസ് പ്രതിയുമായി തെളിവെടുക്കേണ്ടി വരും. അത് നാളെ ആയിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ. ഈ അമ്മയുമായി കുറച്ച് തെളിവെടുപ്പ് കൂടി ബാക്കിയുണ്ട്. ഈ ആലുവ, മണപ്പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു കുട്ടിയുമായി. ആ ഇടങ്ങളിലൊക്കെ കൊണ്ടുപോയി തെളിവെടുക്കണം. ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ വലിയ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രതിഷേധം ഈ അമ്മയ്ക്ക് നേരെ ഉണ്ടായി. കാരണം അത്ര വലിയൊരു ക്രൂരതയാണ് ആ അമ്മ ചെയ്തത്. ആ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ നശിപ്പിക്കുക എന്ന് പറയുന്നത്, അതും പറയുന്ന കാരണങ്ങളൊക്കെ പോലീസിന് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം രണ്ടാൻ അമ്മയുടെ കീഴിൽ കുഞ്ഞ് വളരുമെന്ന് പേടിച്ചുകൊണ്ട് കുഞ്ഞിനെ കൊല്ലുക, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ അമിത സ്നേഹം കുട്ടിയോട് കാണിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഏതെങ്കിലും തരത്തിൽ എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഉള്ള മറുപടി നൽകുന്നതെന്ന് പോലീസിനും വ്യക്തത വരുന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ചോദ്യം ചെയ്യൽ, അത് കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിലുമൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അമ്മയ്ക്ക് നേരെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തിരുന്നു. ആര്യ, തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയനിലെ പ്രശ്നപരിഹാരത്തിന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയും ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണിയും സമരക്കാരുമായി ഇന്ന് ചർച്ച നടത്തും. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സർവീസിൽ നിന്ന് വിരമിച്ച MD പി മുരളിക്ക് കാലാവധി നീട്ടി നൽകിയതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച് പണിമുടക്കിയത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ സമരം നിർത്തിവെക്കുകയായിരുന്നു. അതേസമയം MDയെ മാറ്റാൻ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം തുടരുമെന്നും സംയുക്ത സമരസമിതി അറിയിച്ചു. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതിയെ അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ അന്വേഷണം ഇന്ന് തുടങ്ങും. ഡിവൈഎസ്പി വിദ്യാധരൻ ഇന്ന് തിരുവനന്തപുരത്തെത്തും. ജില്ലയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കണമെന്നായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് കൈമാറിയത്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ 1-ാം പ്രതിക്കെതിരെ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമം ഊർജിതമാക്കി വിജിലൻസ്. ജാമ്യത്തിലിറങ്ങിയ 3 പ്രതികളുടെയും മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. 2-ാം പ്രതി വിൽസൺ, 3-ാം പ്രതി മുകേഷ്, 4-ാം പ്രതി രഞ്ജിത്ത് വാര്യർ എന്നിവർ ഇന്നും ചോദ്യം ചെയ്യലിന് വിജിലൻസ് ഓഫീസിൽ ഹാജരാകും. റീൽസിനെ ചൊല്ലി വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെ വീണ്ടും റീൽസുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. റീൽസ് തുടരും എന്ന കുറിപ്പോടെയാണ് പുതിയ റീൽസ് പുറത്തുവിട്ടത്. റീൽസ് തുടരുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി റിയാസ് പറഞ്ഞതിനെ പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചിരുന്നു. റോഡിൽ 50-ലധികം സ്ഥലങ്ങളിൽ വിള്ളൽ ഉണ്ടെന്നും അവിടെ പോയി റീൽസ് ഇടട്ടെ എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ദേശീയപാത 66-ലെ നിർമ്മാണ സാങ്കേതിക വിദ്യയുടെ മികവിന്റെ ഉദാഹരണമാണ് വട്ടപ്പാറയിലെ വയഡക്റ്റ് പാലം എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ
ആസൂത്രണത്തിലെ അശാസ്ത്രീയതയുടെ അടയാളമാവുകയാണ് വയഡക്റ്റിന് താഴെയുള്ള മേഖല ഒന്നാകെ. വയഡക്റ്റിലേക്ക് മല വെട്ടി മുറിച്ച് പാത നിർമ്മിച്ചപ്പോൾ ഇവിടെ നിന്നും മഴവെള്ളം ജനവാസ മേഖലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടില്ല. ഒരു മഴ പെയ്താൽ വയഡക്റ്റിന് താഴെയുള്ള മേഖലകളിലെല്ലാം പ്രളയ സമാനമായ സാഹചര്യമാണ്. ദേശീയപാത 66-ലെ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ അടയാളമായ വട്ടപ്പാറ വയഡക്റ്റാണ് ഈ കാണുന്നത്. ഇതിൻ്റെ വിശേഷമൊക്കെ നമ്മൾ നേരത്തെ പങ്കുവച്ചതാണ്. ദേശീയപാതയുടെ അടയാളം തന്നെയാണ് ഇതെന്ന് പറയാം. പക്ഷേ ഇവിടെ നമുക്ക് കാണിക്കാനുള്ളത് മറ്റൊന്നാണ്. ഈ വട്ടപ്പാറയിലെ റോഡ് നിർമ്മാണത്തിൻ്റെ അശാസ്ത്രീയത കാരണം ദുരിതത്തിലായ കുറച്ച് ആളുകളുടെ വിഷമങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്നത് വെള്ളമെല്ലാം ഒഴുകി വരുന്നത് വട്ടപ്പാറ വയഡക്റ്റിലേക്ക് തീർത്ത പുതിയ റോഡിൻ്റെ വശങ്ങളിൽ നിന്നാണ്. അവിടെ നിന്നുള്ള വെള്ളം മുഴുവൻ കുത്തിയൊലിച്ച് ഒരു ശക്തിയുള്ള തോട് പോലെ ഇവിടേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഒന്നാകെ ഒഴുകിയെത്തുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മഴക്കാലം തുടങ്ങുന്നേ ഉള്ളൂ. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ, നല്ലൊരു പെരുമഴ വന്നു കഴിഞ്ഞാൽ ഈ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഇത് തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്നാണ് ഇവിടുത്തെ കൗൺസിലർമാർ പറയുന്നത്. അതോടൊപ്പം ഇവിടുത്തെ ആളുകൾക്കും അതേ വിഷമമാണ് പങ്കുവയ്ക്കാനുള്ളത്. നമ്മോടൊപ്പം വളാഞ്ചേരി നഗരസഭയിലെ 32, 33 വാർഡുകളിലെ കൗൺസിലർമാർ ചേരുന്നുണ്ട്. അവരാണ് ഇതിൻ്റെ വിഷമം ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വട്ടപ്പാറ വയഡക്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടു. പക്ഷേ അതിലേക്ക് വരുന്ന വഴി, അതിൽ നിന്നുള്ള ഡ്രൈനേജ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇത് വലിയൊരു പ്രശ്നം. അത് ഏറ്റവും വലിയൊരു അപാകത എന്താണെന്ന് വെച്ചാൽ, ഈ ഡ്രൈനേജിലൂടെ വരുന്ന വെള്ളം മുഴുവൻ ഇവരെ റോട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു മാനദണ്ഡം മാത്രമേ ഉള്ളൂ. ബാക്കി ഇത് എവിടേക്കാണ് പോകുന്നത്? ഇതിപ്പോൾ 450 മീറ്റർ തൊട്ടടുത്ത് ഒരു ഡ്രൈനേജ് വലിയ നമ്മളൊരു തോട് പോകുന്നത്, അതിലേക്ക് ഒഴുക്കാൻ പോലും. അപ്പോൾ ഞാൻ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് വെങ്കിട്ടറെഡ്ഡിനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ, സാർ ഞങ്ങൾക്ക് ഇതൊന്നും ഡിസൈനിങ്ങിലില്ല, ഞങ്ങളെ എഞ്ചിനീയറിങ്ങിൽ പ്രകാരം ഇതൊന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഒരു ഡ്രൈനേജ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഈ ഡിസൈനിങ്ങിന് ഇല്ലാത്തൊരു സാധനം ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്കക്ക് ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഈ ഡിസൈനിങ് മുകളിലെ ഉണ്ടാക്കിയ ആ സമയത്ത് തന്നെ വലിയ അപാകത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ അക്വേഷ്യ മരങ്ങളിൽ നിന്ന് മല വെട്ടി മുറിച്ചിട്ടാണ് റോഡ് ഉണ്ടാക്കിയുള്ളത്. അവിടെ നിന്നുള്ള വെള്ളമാണ് ഇപ്പോൾ ഒഴുകി വരുന്നത്. അവിടെ നിന്നുള്ള വെള്ളം, അത് മാത്രമല്ല അവിടെ നിന്നുള്ള മണ്ണ്. ഇപ്പോൾ നിങ്ങൾ പോയി നോക്കി, അവിടെ ഒരു മറച്ചിട്ടുണ്ട്. എന്താ, വെള്ളം ചളിയും അടക്കമുള്ള കാര്യങ്ങൾ മുഴുവൻ വന്നിട്ട് ആ വെള്ളമാണ് ഇങ്ങോട്ടും 32ക്കും 33ൻ്റെ ഭാഗത്തേക്കും വന്ന് അവിടെ ചില വീടുകൾ പൊളിഞ്ഞ് ആറാറായ രീതിയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം. ഞങ്ങൾക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉറക്കമില്ല. രാത്രിയിൽ അടക്കം ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നത്തിന് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന മഴകൾക്ക് ഇവിടെ വലിയ തോതിൽ ഇവിടുത്തെ എല്ലാ വീടുകളിലും വെള്ളക്കെട്ടായിരിക്കും, ഒരു സംശയവും വേണ്ട. ഇനി അതൊരു വലിയ ദുരന്തത്തിലേക്ക് വരാൻ വലിയ സാധ്യത. പുഴ പോലെ ഒഴുകി വരികയല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, മഴ കഴിഞ്ഞ് നമ്മൾ മഴ തോർന്ന് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ മഴയത്ത് നിങ്ങൾ വരുന്ന സമയത്ത് ആളുകൾ ഇവിടെ അവനവൻ്റെ വീടിൻ്റെ മുന്നിൽ കൈക്കോട്ടും കൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആണുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ അവർ അങ്ങനെ ഒരു സൊല്യൂഷൻ കാണുമ്പോൾ തീർച്ചയായും പെണ്ണുങ്ങൾ നിസ്സഹായരായി നമ്മളെ വിളിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെന്താ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പരിഹാരം? തീർച്ചയായിട്ടും ഇതിലൂടെ ഒരു ഡ്രൈനേജ് കണ്ടാൽ മതി. നമ്മൾ ഫസ്റ്റ് മഴയ്ക്ക് ഇതുപോലെ ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും കൂടി സമരം ചെയ്തപ്പോൾ ഒരു താൽക്കാലികമായിട്ടൊരു ഡ്രൈനേജ് തുറന്നിരുന്നു. JCB ആയിട്ട് ജസ്റ്റ് മാന്തിയിട്ട് അന്ന് തന്നെ ഇതിന് ഒരുപാട് മാറ്റം കണ്ടിരുന്നു. അപ്പോൾ ഒരു സ്ഥായിയായിട്ടൊരു ഡ്രൈനേജ് സ്ഥാപിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു ഇതിനുള്ള മുകളിൽ നിന്ന് ഈ തോട് വരേക്ക് ഒരു വെള്ളം ഒഴുകി പോകുന്ന വഴിയില്ലേ? അതെ അതെ, കൃത്യം. ഇതില്ല, ഇതിപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഇതിലെ ഫില്ലർ നമ്പർ 7 മുതൽ 47ാമത്തെ ഫില്ലർ നമ്പർ എത്തുമ്പോഴത്തിന് അവിടെ ഒരു വലിയ തോട്, തൊഴുവാനൊരു തോടുണ്ട്. അതിലേക്ക് ഇത് എല്ലാ ഡ്രൈനേജത്തെ വെള്ളം ഒഴുക്കി പറ്റും, കൃത്യമായിട്ട് ഒഴുകിപ്പോകും. പക്ഷേ ഇതൊന്നും ഇവരെ ഡിസൈനില്ല. ഇവർ പറഞ്ഞ് ഞങ്ങൾ നിസ്സഹായരാണ്, പക്ഷേ ഞങ്ങളുടെ ആവശ്യപ്രകാരം, ചെയർമാൻ്റെ ഒക്കെ ആവശ്യപ്രകാരം ഞങ്ങൾ എങ്ങനെ ചെയ്തു തരാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതെ, അങ്ങനെയാണ്. അങ്ങനെ ഒരു വലിയ പ്രശ്നമല്ലേ ഇത്? ഒരു വലിയ പദ്ധതി വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതും ഇവിടെ മാത്രമൊന്നുമല്ല, നിങ്ങൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ചിലപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാവില്ലേ വീട്ടിലേക്ക് വെള്ളം കയറുന്നത്? ഇപ്പോൾ ഒരു 1.5 മണിക്കൂറായിട്ട് ഉച്ചയ്ക്ക് ശേഷം പിന്നെ കൈക്കോട്ട് താഴെ വെച്ചിട്ടില്ല. പിന്നെ ആ പെരുമഴയത്ത് വെള്ളം ഒന്നാക്കിയപ്പോൾ മുറ്റത്തേക്ക് ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. ഇത് മുറ്റത്തേക്ക് ഒലിച്ചിറങ്ങുന്നതാണ് ഇപ്പോൾ ഈ ചളിവെള്ളം ഒലിച്ചിറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ JCBക്കാർ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഇപ്പോൾ അവരിപ്പോൾ 2-3 ദിവസം കൊണ്ട് ആ പോക്കൊക്കെ ഇപ്പോൾ കഴിയും. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ വട്ടപ്പാറ ഈ ഭാഗത്തുള്ളവർ പിന്നെ താമസം മാറേണ്ട ഒരു അവസ്ഥക്കാണ് പോകുന്നത്. കാരണം ബന്ധപ്പെട്ട അധികാരികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മുനിസിപ്പാലിറ്റിയാണ്, 2 MLA ആണ്, MP ആണ്, പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. പക്ഷേ മുനിസിപ്പാലിറ്റി നിരന്തരമായിട്ട്
പിന്നെ ഈ വട്ടപ്പാറ ഈ പിന്നെ ഫേമസ് റൂട്ടിലേക്കുള്ള നാഷണൽ ഹൈവേ എന്നുള്ള വെള്ളം കുത്തിയൊലിച്ച് വരുന്നത് ഒരു ഡ്രെയിനേജ് വേണം എന്ന ആവശ്യം ഈ KNRC ബന്ധപ്പെട്ടവരോട് പറയാൻ തുടങ്ങിയിട്ട് വർഷം 3ആയി. ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലും പിന്നെ ഈ വിഷയം ഉന്നയിച്ചെങ്കിലും 2-3 വർഷമായിട്ട് ഈ പ്രശ്നം ഉന്നയിച്ചെങ്കിലും ഇതുവരെ ഒരു പരിഹാരം അവർക്ക് പിന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കൊരു ഡ്രെയിനേജ് വന്നാൽ ഈ പ്രശ്നം തീർന്നു. ഇപ്പോൾ നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ്റെ സുഹൃത്തു കൂടിയ മുജീബ് പറഞ്ഞല്ലോ, പിന്നെ 1ാമത്തെ ഫില്ലർ മുതൽ ഈ പാലത്തിൻ്റെ അടുക്ക് ഒരു 500 മീറ്റർ ദൂരമേ ഉള്ളൂ ആകെ. ഈ 500 മീറ്ററിൽ ഒരു നല്ലൊരു ഡ്രെയിനേജിലാണെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ തീരും. മാത്രമല്ല കഴിഞ്ഞ വർഷക്കാലം ഇതേമാതിരി ചളിവെള്ളം കുത്തിവലിച്ച് വന്നപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളുടെ കിണറുകളിൽ മുഴുവൻ ചളിവെള്ളമായിരുന്നു. അതുപോലും അവർ മോട്ടർ അടിച്ച് പമ്പ് ചെയ്ത് മാറ്റിത്തരാനൊന്നും അവർ പിന്നെ മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് മുനിസിപ്പാലിറ്റി ജനങ്ങളുടെ കൂടെ ഉണ്ട്, MLA ഉണ്ട്, ഒക്കെ എല്ലാവരും ഉണ്ട്. പക്ഷേ അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ KNRCക്കാർ ഇത് ഇപ്പോഴും ചെവി കൊണ്ടിട്ടില്ല. പിന്നെ മേലെ നിന്നുള്ള വെള്ളം ചെറിയ ഓൾസുകളാക്കിയിട്ട് ഒരു വീടാണ്. അതിന് ചെറിയ കല്ലുകളും വെള്ളവും റോട്ടുമ്മക്ക് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ വഴി മുറിഞ്ഞു പോകണപ്പോൾ നേരത്തെ പോകുമ്പോൾ ഒരു കുട്ടീൻ്റെ തലയ്ക്ക് ചെറിയ കല്ല് വീണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടും നമുക്കുണ്ട്. അപ്പോൾ മേലെ നിന്ന് ഒരു പൈപ്പ് ഇട്ട് ഈ ഡ്രെയിനേജൊക്കെ ഇറക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും. സാങ്കേതിക മികവിൻ്റെയും അതുപോലെ പ്ലാനിങ്ങിൻ്റെയും വലിയ അടയാളമായിട്ടാണ് നമ്മൾ ഈ മുകളിൽ കാണുന്ന വയഡക്റ്റ് പാലത്തെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്ലാനിങ്ങും ഇല്ലാത്തതുകൊണ്ട് ദുരിതം അനുഭവിക്കുകയാണ് ജനങ്ങൾ എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇത് തികച്ചും അശാസ്ത്രീയമായ, ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്ത ആസൂത്രണമാണ് വട്ടപ്പാറയിൽ ഇതിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ളതെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കുത്തിയൊലിച്ചു വരുന്ന ഈ വെള്ളം. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66-ൽ ചാവക്കാട് മണത്തല മേൽപ്പാലത്തിലുണ്ടായ വിള്ളൽ പരിസരവാസികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. 50-ലധികം മീറ്റർ ദൂരത്തിലുണ്ടായ വിള്ളൽ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. മേൽപ്പാലത്തിന് താഴെയുള്ള വീടുകളിൽ വെള്ളം കയറുന്നതും പതിവാണ്. അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ടാണിതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ദേശീയപാത 66-ന്റെ നിർമ്മാണം നടക്കുന്ന പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് മലബാർ മേഖലയിലേക്കെല്ലാം വരുമ്പോൾ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള ആശങ്കകളാണ് ഉണ്ടാകുന്നത്. പല ഭാഗങ്ങളിലും തന്നെ ഇത് നിർമ്മാണം നടക്കുന്ന റോഡ്, പാലങ്ങൾ ഇതെല്ലാം തന്നെ ഇടിയുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. നമ്മളുള്ളത് ചാവക്കാടാണ്. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള ഈ ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങൾ ആശങ്കയിലേക്ക് വന്നത്. ഈ ഭാഗം റോഡ്, ഈ പാലം, നിർമ്മാണത്തിലിരിക്കുന്ന പാലം, ഇത് സമയത്ത് തുറന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നതെല്ലാമാണെന്നാണ് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ഭാഗം ഇപ്പോൾ ഇവിടെ ഈ മണ്ണ് മെറ്റൽ പൊടി അടക്കം കൂട്ടിയിട്ടിരിക്കുന്ന ഈ ഭാഗം, ഇവിടെയാണ് വിള്ളൽ കാണപ്പെട്ടത്. ഇതിൻ്റെ പാലത്തിൻ്റെ ഉപരിതലവും അതോടൊപ്പം തന്നെ അതിൻ്റെ വശങ്ങളിലുള്ള ആ കോൺക്രീറ്റ് ഭിത്തിയുമെല്ലാം ചേരുന്ന ഇടങ്ങളിലാണ് വിള്ളൽ കാണപ്പെട്ടത്. ഏതാണ്ട് 50 മീറ്ററോളം നീളത്തിൽ ഇതങ്ങനെ നീണ്ടുപോകുന്നു. ഇത് സംഭവിച്ചപ്പോൾ തന്നെ, ഇത് വിള്ളലുകൾ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ രാവിലെ ഇതുവഴി പോയ ഒരാളാണ് ഇത് കാണുന്നത്. തുടർന്ന് മറ്റുള്ളവരെ വിവരം അറിയിക്കുകയും സമീപത്തുള്ളവർ വരികയും ഒപ്പം പഞ്ചായത്ത്, നഗരസഭ ഭാരവാഹികളെല്ലാം ഇവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്തു. പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടപ്പോൾ തന്നെയും ദേശീയപാത അധികൃതരും എല്ലാം ഇവിടേക്ക് വന്ന് ഉടൻ തന്നെ ഈ വിള്ളൽ അടയ്ക്കുവാനുള്ള ഒരു ശ്രമങ്ങളായിരുന്നു പിന്നീട് നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആറൊഴിക്കുകയും ഒപ്പം തന്നെ നമ്മളിപ്പോൾ കാണുന്നത് പോലെ മണ്ണ് കൂട്ടിയിടുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. പക്ഷേ ഇതൊന്നും ഒരു സ്ഥിരം സംവിധാനമല്ല. ഇതുകൊണ്ടൊന്നും ഈ ഒരു വിഷയങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, പറയണ അമ്പലത്തിൻ്റെ അവിടെ പിള്ളേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ കളക്ടർ, ഇവിടുത്തെ ചെയർപേഴ്സണിലെ തഹസിൽദാരെ പല ആൾക്കാരും വന്നൊക്കെ നോക്കി പോയിരുന്നു. ഞാൻ കഴിഞ്ഞ മാസം തൊട്ട് ഓരോരുത്തരെ വിളിച്ച് പറയണതാണ്. കളക്ടർ കംപ്ലയിൻറ്റ് ചെയ്തു. കളക്ടർ ഇവരോടൊക്കെ റിപ്പോർട്ട് ചോദിച്ച് കൊടുത്തിട്ടുണ്ട്. കളക്ടർ കുറ്റം പറയുക കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ റിപ്പോർട്ട് കൊടുക്കാത്ത കാരണം ഇവർ ഒന്നും ഒരു റെസ്പോൺസും നടത്തുന്നില്ല. ഇത്ര ദിവസം വെള്ളം ചളിയായിരുന്നു വന്നിരുന്നത്. കഴിഞ്ഞ ദിവസം കംപ്ലീറ്റ് അവിടെ ആ ഓട്ടടയ്ക്കാൻ കൊടുന്ന ടാറ് മുഴുവൻ ഇവിടെ വന്ന് കംപ്ലീറ്റ് വീടിൻ്റെ ബാക്കിലും ഒക്കെ ഡംപ് ചെയ്തെടുക്കുക. ഞാൻ എൻ്റെ വീട് NHAക്ക് വേസ്റ്റ് വാട്ടർ ഡംപ് ചെയ്യാനുള്ള സ്ഥലമാണോ? എനിക്കതറിയുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചോദിട്ടെ, ഞാൻ ഇപ്പം മാനസികമായിട്ട് ഇവിടുന്ന് പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. ഈ സ്ഥലം NHAക്ക് വെള്ളം ഡംപ് ചെയ്യാനുള്ള സ്ഥലമായിട്ട് ഇവരെടുത്തോട്ടെ, വില തന്നിട്ട് എടുത്തോട്ടെ. ഇവിടെ തരാനുള്ള വില തന്നെ, പൊന്നും വില എന്തും വേണ്ട. എനിക്ക് ഭയങ്കര പേടിയാണ്. രാത്രി ഉറക്കമെന്ന് അറിയണില്ല. ഞങ്ങൾ ഇവിടെ മാർക്ക് വന്ന് ഇരിക്കുകയാണ് നേരം വെളുക്കോളം. എപ്പോഴാണ് വെള്ളം കയറുക എന്നുള്ളത് അറിയാൻ പറ്റാത്ത കാരണം എല്ലാ സാധനങ്ങളൊക്കെ ഇതാക്കി റെഡിയാക്കി വെച്ചിട്ട് ഇരിക്കുക. എപ്പോഴാണ് എങ്ങടെ പോകേണ്ടത്? ഞങ്ങൾക്ക് ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണ്.
കൃത്യമായ രീതിയിലുള്ള നടപടികൾ വേണം എന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കാരണം ഈ പ്രദേശത്ത് ഈ കടന്നു പോകുന്ന ഈ പാലം റോഡുമെല്ലാം കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇരുവശങ്ങളിലുമായിട്ട് നിരവധിയായ വീടുകളും എല്ലാം തന്നെയുണ്ട്. ആ ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ സുരക്ഷിതത്വം തന്നെയാണ് പ്രധാനം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ അറിയാവുന്നതുപോലെ മലബാർ മേഖലയിലേക്ക് നീങ്ങുമ്പോൾ പലയിടങ്ങളിലായിട്ട് വളരെ ഗുരുതര സ്വഭാവത്തോടു കൂടിയാണ് പാലം ഈ റോഡ് നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുന്നത്. പലയിടത്തും തകർന്നു പോയ ഭാഗങ്ങൾ നമ്മളെ ഈ പാലത്തിനും റോഡിനുമെല്ലാം വിള്ളലുകൾ വീണ അവസ്ഥയിലേക്ക് എല്ലാം തന്നെ വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ ആശങ്ക ഈ മേഖലയിലും തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തണമെന്ന് അവർ പറയുന്നു. ഇതിന് ഏതെങ്കിലും രീതിയിലുള്ള ബലക്ഷയമുണ്ടോ, അത്തരം കാര്യങ്ങളിൽ ഒരു ഉറപ്പ് വരുത്തണം. വിദഗ്ധ സമിതി അടക്കം ഇവിടെയും പരിശോധനയ്ക്ക് വരണം. മറ്റു ഭാഗങ്ങളിൽ ദേശീയപാത അതോറിറ്റി അധികൃതരെല്ലാം പരിശോധനയ്ക്ക് എത്താനായിട്ട് പോകുന്നുണ്ട്. ചില ഭാഗങ്ങളിലെല്ലാം തന്നെ അവർ വിലയിരുത്തലടക്കം നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആശങ്ക ഉള്ളൊരു മേഖലയായിട്ട് ഇവിടെ ഈ ചാവക്കാട് ഈ മേഖലയും മാറിയിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്ക തന്നെയാണത്. അതുകൊണ്ട് അവിടങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ഈ ഭാഗങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തി ഇതിന് ബലക്ഷയമില്ല, അതോടൊപ്പം തന്നെ ഈ അറ്റകുറ്റപ്പണികൾ നടത്തിയിരിക്കുന്നത് ശാസ്ത്രീയമായിട്ട് തന്നെ ആവണം എന്ന് ഉറപ്പ് വരുത്തണം എന്നെല്ലാം തന്നെ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം നിരവധിയായ വീടുകളും കാര്യങ്ങളുമുള്ള ഒരു മേഖലയാണിത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഉറപ്പ് ഇവിടെ തങ്ങൾക്ക് ലഭിക്കണം എന്നൊരു ആവശ്യം തന്നെയാണ് അവരുള്ളത്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിന്ന് ഇതുവരെയും മാറിയിട്ടില്ല എന്ന് പറയുന്നു. താൽക്കാലികമായ അറ്റകുറ്റപ്പണികൾ നടത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല. തങ്ങൾക്ക് ഇതിലൊരു ഉറപ്പ് വേണം. അധികാരികളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ രീതിയിലുള്ളൊരു ഉറപ്പ് തങ്ങൾക്ക് വേണം. ഇതിന് മറ്റു വിഷയങ്ങളില്ല. ഇത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ വിള്ളലുകൾ രൂപപ്പെട്ടത് എന്നതടക്കമുള്ള കാരണങ്ങൾ വിശദീകരിക്കണം. മഴക്കാലമാണ് വരുന്നത്. ഇപ്പോൾ തന്നെയും മഴ പെയ്യുന്നൊരു അന്തരീക്ഷമുണ്ട്. വലിയ ശക്തമായ മഴക്കാലത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ല. അങ്ങനെ മഴക്കാലത്തിലേക്ക് വരുമ്പോൾ ഇത് ഇനിയും പ്രശ്നങ്ങളുണ്ടാക്കുമോ എന്ന ആശങ്കയെല്ലാം തന്നെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള അറ്റകുറ്റപ്പണികളും കാര്യങ്ങളും എല്ലാം വേണം. ഇത് പരിശോധന നടത്തണം. അത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് വരുന്നത്. ഇത് പരിശോധന നടത്തി അത് കൃത്യമായി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തകരാറ് ഇതെല്ലാം പരിഹരിക്കണം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നെല്ലാം തന്നെ പരിശോധന നടത്തണം എന്നതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ശക്തമായ രീതിയിലേക്ക് മറ്റിടങ്ങളിൽ കാണുന്നത് പോലെ സമരങ്ങളിലേക്ക്, പ്രതിഷേധങ്ങളിലേക്ക്, പ്രതിരോധങ്ങളിലേക്ക് തങ്ങളും നീങ്ങേണ്ടി വരുമെന്നാണ് ആ പ്രദേശത്തുള്ളവർ പറയുന്നത്. എന്തായാലും ഈ കാര്യങ്ങളിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു. കൃത്യമായൊരു മറുപടിയും ഒന്നോ ദേശീയപാത അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇവിടെ താൽക്കാലികമായി നടത്തിയ ഈ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നടപടി എന്ന് പറയുന്നത്. കൃത്യമായൊരു വിശദീകരണത്തിലേക്ക് പോകാത്തത് ജനങ്ങളെ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ക്യാമറമാൻ ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കൊച്ചി വൈറ്റിലയിലെ ബാറിൽ ഗുണ്ടാ ആക്രമണം. ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തിൽ ബാറിലെ ജീവനക്കാരനെ ഗുണ്ടാ സംഘം ക്രൂരമായി ആക്രമിച്ചു. DJ പാർട്ടിക്കിടെ യുവതിയോട് മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം. കളമശ്ശേരി സ്വദേശികളായ സുനീർ, നഹാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. തീവ്രവാദ കേസിലെ പ്രതി ഫിറോസിന്റെ കൂട്ടാളികളാണ് നഹാസും സുനീറും. തൃക്കാക്കരയിൽ ഫ്ളാറ്റിൽ നിന്ന് ലഹരി പിടിച്ചെടുത്ത കേസിൽ പ്രതികളാണ് ബാറിൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഇനി രാവിലെയിൽ നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റായ സ്പെഷ്യൽ ഡേ സെഗ്മെന്റ് ആണ്. തൃശൂർ സ്വദേശിയായ അഭയ വിനോദിന്റെ ജന്മദിനമാണിന്ന്. അഭയയ്ക്ക് ഭർത്താവ് വിനോദാണ് ആശംസകൾ അറിയിക്കുന്നത്. ഒപ്പം കിങ്ങിണിയുടെയും കുഞ്ഞിയുടെയും പ്രത്യേക ആശംസ അറിയിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒക്കെ ആശംസകൾക്കൊപ്പം ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് അഭയയ്ക്ക്. ബംഗളൂരുവിലുള്ള പ്രീജയുടെ ജന്മദിനമാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് സുഹൃത്തുക്കളാണ്. അപ്പോൾ പ്രീജയ്ക്ക് വെരി ഹാപ്പി ബർത്ത്ഡേ. ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. മലപ്പുറം സ്വദേശിയും തറയിൽ ഓട്ടോ ഹബ് മാനേജിംഗ് പാർട്ട്ണറുമായ രാകേഷ് ബാബുവിന്റെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് രാകേഷിന്. എ വെരി ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ സഹപ്രവർത്തകൻ ആരോമൽ ജയചന്ദ്രന്റെ 28ാം ജന്മദിനമായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ഈ ജന്മദിനം മിസ്സായി പോയി. അപ്പോൾ ആരോമലെ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. അപ്പോൾ ട്രീറ്റ് ഇന്ന് തന്നാൽ മതി കേട്ടോ.
അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.